ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ചക്ക പറിക്കാൻ പോകാം കേട്ടോ. ചക്ക പറിക്കാൻ പോകാമെന്ന് പറയുമ്പോഴത്തേനും ടിപ്പുവിനെ അഴിച്ചതാണേ. ടിപ്പുവിനെ കൂടെ കൂട്ടിയാണ് നമ്മൾ പോകുന്നത്. ടിപ്പുവിനറിയാം എവിടെ ചക്ക. ടിപ്പു കണ്ടോ ഓടി പോകും അങ്ങോട്ട്. ടിപ്പു ആ കറക്റ്റ് സ്ഥലത്ത് പുള്ളി കൊണ്ടോ. ഈ നമ്മൾ മനുഷ്യന്മാരെ പോലെയാണെന്ന് എനിക്ക് തോന്നുന്നത് ഇവൻ്റെ ഇടപാടുകളല്ലാതെ. അന്നേരത്തേനും അപ്പു വരുന്ന കണ്ടുകൊണ്ട് പിന്നെ ഇപ്പുറത്തോട്ട് തിരിഞ്ഞു ഓടി കേട്ടോ. അപ്പം അതിന് 5 മണിയൊക്കെ ആയിട്ടോ. അപ്പു കോളേജിൽ നിന്ന് വരുന്നതാണേ. ഇനിയിപ്പോൾ അവൻ്റെ പുറകെ നടക്കാം. ഇത് കുഞ്ഞായിരുന്നപ്പോൾ കൊണ്ടുവന്ന ഇവനെ കുഞ്ഞിലെ ആണെങ്കിലും വലിച്ചേട്ടൻ റബ്ബർ വെട്ടാൻ നടക്കുമ്പോൾ ഓരോ റബ്ബറിൻ്റെ ചുട്ടിക്കിടെയും ചെല്ലുവേ. ഞാൻ പാലെടുക്കാൻ പോകുമ്പോൾ അന്ന് നമ്മൾ അഴിച്ചു വിടുമായിരുന്നു. ഇപ്പം അഴിച്ചു വിടാൻ പറ്റില്ല. ഇപ്പം അവൻ്റെ സ്വഭാവമൊക്കെ മാറിപ്പോയേ. എന്ന് പറഞ്ഞാൽ നമ്മളോട് മാത്രമേ സ്നേഹമുള്ളൂ. ചക്ക മൂത്തില്ലായിരുന്നു കേട്ടോ. ഞാൻ ചക്കയും മീനും കൂടെ ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് വലിയ സെറ്റാക്കിയൊക്കെ വെച്ചതാണ്. പക്ഷേ അത് ഇച്ചിരി കൂടെ മൂക്കണം. കളറൊക്കെ കണ്ടാൽ മൂത്തെന്ന് തോന്നുവേ. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ചക്കയുടെ ഇതിൻ്റെ തന്നെ കൂടെ കിടന്ന മറ്റേ ചക്കയുടെ പകുതി കേടായിപ്പോയി. അടിയിലെ ഈ കരിയിലെല്ലാം അങ്ങനെ കിടക്കുമ്പോഴത്തേനും അത് ആവി കയറി അങ്ങോട്ട് കേടായിപ്പോവേ. അങ്ങനെ വന്നുകൊണ്ട് അങ്ങനെ വരാതിരിക്കാൻ നോക്കിയതാണ്. പക്ഷേ അത് ഇച്ചിരി കൂടെ ആകണം. അത് സെറ്റായില്ല. വലിച്ചേട്ടൻ അതിൻ്റെ മൂപ്പ് നോക്കിയിട്ട് ശരിയായില്ല എന്ന് പറഞ്ഞു. ടിപ്പു ഇങ്ങനെ തുള്ളി നടക്കും. അന്നേരം അപ്പൂവിൻ്റെ ഊതിൻ്റെ ഇല ഊതുണ്ട് നമുക്ക്. ഊതിൻ്റെ ഇല എല്ലാം പൊഴിഞ്ഞ് അത് ഉണങ്ങിപ്പോയി. ഇത് വെട്ടിക്കളയാമെന്നും പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുക. പക്ഷേ അത് തളുക്കാൻ തുടങ്ങി. ഒരെണ്ണം മാത്രം തളുക്കുന്നില്ലേ. കഴിഞ്ഞ വർഷം ഇതുപോലെ പുഴു തിന്നിട്ട് അതിൻ്റെ ഇലയെല്ലാം പോയായിരുന്നു. നമ്മൾ ഈ വിഷമൊന്നും അടിക്കാറില്ല കേട്ടോ. ഒന്നാമത്തെ നമുക്ക് അലർജിയാണേ. ഇപ്പം നമ്മുടെ പറമ്പിൽ അടിക്കുന്നതെന്ന് പറഞ്ഞാലും തുമ്മലും ജലദോഷവും ഒക്കെയാണ് ഭയങ്കര പ്രശ്നങ്ങളാണ്. ഈ മരുന്നടിക്കുന്ന ഭയങ്കര പ്രശ്നമാണേ. പറമ്പിലൊക്കെ നിവൃത്തിയുണ്ടേ മരുന്നടിക്കാതിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് വിഷമാണേലും ഇപ്പം പറയും പുഴു പിടിക്കുകയല്ലേ അല്ലെങ്കിൽ കളനാശിനി ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ എന്ത് ബുദ്ധിമുട്ടാണെന്നറിയാം. ഞങ്ങളൊക്കെ ഇപ്പോൾ അനുഭവിച്ച് മടുത്തിരിക്കുക. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് നമ്മുടെ പറമ്പിൽ ചെയ്യണമെന്നും ഇല്ല. ഇത് കണ്ടോ അതൊക്കെ തളുത്തു പോൻ്റേത്. അപ്പുറം നിൽക്കുന്ന ഒരെണ്ണത്തിന് തളുപ്പായില്ല. അതുകൊണ്ട് അത് നോക്കാൻ പോയതാണേ. അതിലോട്ടങ്ങ് തളുത്ത് കയറി വരുന്നില്ല. ഇപ്പം ഞാൻ കാണിക്കാം കേട്ടോ. ഇതിൻ്റെ ഈ ചുറ്റിനെ ഈ ഉണങ്ങി നിൽക്കുന്ന മുഴുവൻ അപ്പൂൻ്റെ ഊതാണ് കേട്ടോ. അപ്പോൾ ഇത് ഇതെല്ലാം പോയി ഞങ്ങൾ മേടിച്ചുകൊണ്ട് വരുന്നതെന്നറിയാം. എന്നെങ്കിലും കണ്ട അവൻ അതിനോട് ഭയങ്കര താല്പര്യമാണ്. അത് പിന്നെ വേണമെന്ന് പറയും. പിന്നെ നമ്മളതിൻ്റെ പുറകെ നടക്കുവേ. അപ്പൂൻ്റെ ഒച്ച കേട്ടുകൊണ്ട് നന്ദു ഓടിപ്പാഞ്ഞ് വന്നതാണ്. ഇനി ഈ വീട്ടിൽ എന്തെല്ലാം സംഭവങ്ങളും അവൻ്റെ സ്കൂളിൽ എന്തെല്ലാം ഉണ്ട് അത് മുഴുവൻ ചേട്ടനോട് പറഞ്ഞു കേൾപ്പിക്കേ. ഇവരാന്ന് ഇങ്ങനെ പറയുന്നത് കേൾക്കാം. നന്ദു ഇതിന് എപ്പോഴും ഇരുന്ന് എഴുത്താണ്. അതിന് ഞാൻ വഴക്കം പറഞ്ഞുകൊണ്ടിരിക്കുക. ഏത് നേരം പഠിക്കാൻ പറഞ്ഞാൽ അവനിരുന്ന് എഴുത്താണ്. എഴുതി തീരുന്നില്ലെന്നാണ് പറയുന്നത്. ടിപ്പു ആണെങ്കിൽ അവരുടെ കൂടെ വിളഞ്ഞ് ഇങ്ങനെ നമ്മളെ ഭയങ്കര ഇഷ്ടമാണ്ടില്ലേ ഇങ്ങനെയൊക്കെ നിൽക്കുവേ. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഒരാളെ കണ്ടാലും പുള്ളിയുടെ സ്വഭാവമൊക്കെ അങ്ങ് മാറുക. കുഞ്ഞിലത്തെ സ്വഭാവമൊന്നുമല്ല. അവരെ ഓടിക്കണം കടിക്കണം അങ്ങനത്തെയൊക്കെ മെൻറ്റാലിറ്റി ആവുന്നത്. നമ്മളിപ്പോൾ അഴിച്ചൊന്നും വിടുകയില്ല. നേരത്തെയൊക്കെ രാത്രി ഇച്ചിരി നേരമൊക്കെ വിടുമായിരുന്നേ. നമ്മുടെ കൂട്ടത്തിൽ ഒരാളെ പോലെയാണ് കേട്ടോ. ഇത് എപ്പോഴും അങ്ങനെയാണ്. ഭയങ്കര സ്നേഹമാണ്. മീൻ എന്നാലും ഞാൻ വെള്ളത്തിൽ ഇട്ടായിരുന്നു. ഉണക്കമീനാണ്, തെരണ്ടി മീനായിരുന്നു. അപ്പോൾ പിന്നെ എന്നാലും കറി വെക്കണമല്ലോ. അപ്പം 2-3 പ്രാവശ്യം ഞാനൊരു ഉച്ച മുതലേ വെള്ളത്തിലിട്ട് ഇതിൻ്റെ ഉപ്പ് കുറേ കളഞ്ഞതാണേ. പിന്നെ അതിന് എണ്ണയൊന്നും ചേർക്കാതെ കേട്ടോ ഉണ്ടാക്കുന്നത്. അതിന് നമ്മൾ കൂടുതലായിട്ടും മെയിനായിട്ട് വേണ്ടത് തേങ്ങാക്കുത്താണ്. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, സവാള, ചുമന്നുള്ളി, കരിയാപ്പില, പിന്നെ 2 പച്ചമുളക് കൂടി വേണം. ഇത് കുടംപുളി കേട്ടോ. എൻ്റെ മമ്മി എനിക്ക് തന്നു വിട്ടാൽ കുറേ ഉണ്ടായിരുന്നു. 2-3 വർഷം മുന്നേ തന്ന പുളിയാണ്. അതിങ്ങനെ വെച്ചിരിക്കുമോ. പിന്നെ മീനാണേലും നമ്മൾ ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കണേ. നമുക്ക് എല്ലാ മീൻ വയ്ക്കുന്ന പോലെ തന്നെ ചെറിയ പീസായിട്ട്. ഇതിൻ്റെ അകത്തൊരു എല്ലുണ്ടായിരുന്നു സൈഡിലെ. എല്ല് കളഞ്ഞേച്ച് ചെറിയ പീസായിട്ട് മുറിച്ചെടുത്ത് എന്നിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ കട്ടിയുള്ള ഈ ഉണക്കമീനൊക്കെ ഞാനൊന്ന് തിളപ്പിച്ച് കളയേ. തിളപ്പിക്കുമ്പോൾ നിങ്ങൾ കണ്ടോണം അതിൻ്റെ അകത്ത് എന്തെല്ലാം സാധനങ്ങളാണ് വരുന്നതെന്നേ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാ സാധനങ്ങളും അരിഞ്ഞെടുക്കുക. ഇത് ചതച്ചെടുത്തില്ല കേട്ടോ. ഞാൻ കൂടുതൽ 2 പച്ചമുളകും കൂടെ അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ ഉപ്പ് പോലെ പൊങ്ങി വരുന്നത് കണ്ടോ. അതെന്തോ അഴുക്കാന്ന് നിൽക്കുക എൻ്റെ മനസ്സിലെ. അപ്പം ഞാൻ എന്നാ ഉണക്കമീൻ കിട്ടിയാലും ഒന്ന് തിളപ്പിച്ച് കളയും കേട്ടോ. ചെറുതൊന്നും ഇല്ല, വലുത്. ചെറുതിൻ്റെയൊക്കെ തൊലി പൊളിക്കാൻ പറ്റുന്നതൊക്കെ പൊളിക്കും കേട്ടോ. എന്നിട്ട് അതിൻ്റെ അകത്തെ ഇതെല്ലാം മാറ്റി അതൊന്ന് കഴുകി വെച്ച് ആ ചട്ടിക്കകത്തോട്ട് തന്നെ ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ടേ. എന്നിട്ട് അതിൻ്റെ അടിയിൽ നിന്ന് ചൂടായി വരുമല്ലോ. അതുകൊണ്ട് ഈ മീനുമായിട്ട് അങ്ങോട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കും. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് ഈ ചേരുവകളെല്ലാം കൂടെ ഈ പറയുമ്പോൾ നമുക്ക് ഒരുപാട് ചേരുവയുണ്ടെന്ന് തോന്നും. പക്ഷേ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇതെല്ലാം കൂടെ കൂടി ഒരുമിച്ച് അങ്ങോട്ട് വാരിയിട്ട് വെച്ച് കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച്. ഉപ്പുണ്ടല്ലോ ഓൾറെഡി. ഉണക്കമീൻ ഉപ്പുണ്ട്. നല്ല മീൻ തെരണ്ടി മീനല്ലേ, ഭയങ്കര കട്ടിയായിരിക്കും. ഇത് കാക്കത്തെരണ്ടി നേണ്ട ഇവിടെ പറയുന്നതിന്. നമ്മളവിടെ അങ്ങനെയൊന്നും നമ്മളാ വെളുത്ത് തെരണ്ടി അവിടെയൊക്കെ മേടിക്കാറില്ല. എൻ്റെയൊക്കെ വീട്ടിനവിടെ. പിന്നെ തേങ്ങാക്കൊത്ത് വിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് പെട്ടെന്ന് റെഡിയാകുന്ന സാധനം. ഈ മീനൊന്ന് മുറിച്ചെടുക്കുന്ന പാട് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം അരിഞ്ഞെടുക്കുന്നത് എല്ലാം കൂടെ കൂട്ടി കുഴച്ച് അതിൻ്റെ അകത്തോട്ട് ഇട്ട് വെള്ളം ഒഴിച്ച് നല്ലപോലെ വെന്ത് വരിക എന്ന് മാത്രമേ ഉള്ളേ. ഞാനിത് ഗ്യാസേലാട്ടോ വയ്ക്കുന്നത്. ഇനിയിപ്പോൾ വൈകുന്നേരം നേരമായതുകൊണ്ട് അടുപ്പിലെ തീയെല്ലാം പോയല്ലോ.
നല്ലപോലെ തിളച്ച് ഇപ്പോൾ ഒരു എന്നാ പറയുന്നത് ഒരു യെല്ലോ ചേർന്ന കളറില്ല. ഇത് നല്ലപോലെ വെന്ത് കഴിയുമ്പോൾ കണ്ടോ റെഡിഷ് കളറായിട്ട് വരും. ഒരു ഇളം റെഡിഷ് കളറായിട്ട് വരും. കണ്ടോ ഇതാണ്. ഇപ്പം ഞാനിതെടുത്ത് വെച്ചതാണ് കുറച്ച് കഴിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാൻ വേറെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ കയറി കാണണേ. പിന്നെ ഗോവിന്ദ് വിനോദ് വ്ളോഗ്സ് കയറി കണ്ട് അവനെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൂനെ സപ്പോർട്ട് ചെയ്യണം.